അഡ്വക്കേറ്റ് സുരേഷ്, ഇത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം എന്നാണ് തോന്നുന്നത്. പി ദിവ്യയെ തൊടാൻ എല്ലാവർക്കും പേടിയാണ്. പി ദിവ്യക്കെതിരെ മൊഴി നൽകാൻ ആർക്കും വയ്യ. കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം അവരെ പേടിയാണ്. മഞ്ജുഷ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പോലും ഈ വിഷയത്തിൽ ഒരു അക്ഷരം സംസാരിക്കുന്നില്ല. ഭയമാണ് അവർക്ക്. വലിയൊരു മാഫിയയുടെ ഭാഗമാണ് പി ദിവ്യ എന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത RMP പ്രതിനിധി പറയുകയാണ്. വളരെ കൃത്യമായി കണ്ണൂരിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല നീലിമ, നമ്മളോടൊന്ന് കാണണം. അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിൻ്റെ മുമ്പിൽ ചെന്ന് പൊട്ടിക്കരയുന്ന IAS ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെയും നമ്മൾ കണ്ടു. ആ പൊട്ടിക്കരയുന്ന പാവപ്പെട്ട എല്ലാം അറിയുന്ന സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർക്ക് പോലും അവർക്കറിയാവുന്ന സത്യം കേരളത്തിലെ പോലീസിനോട് പറയാൻ പറ്റാത്ത അതിഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. എന്താ കാരണം? കേരളത്തിലെ നേരത്തെ റെജി ലൂക്കോസ് പറഞ്ഞ SIT 5 അംഗ സംഘത്തിനോട് പറഞ്ഞാൽ അവിടുത്തെ ജയരാജന്മാർ ഇതറിയും, അവിടുത്തെ പി ദിവ്യ തന്നെ ഇതറിയും. അതോടുകൂടി ഇനി അടുത്ത് ഒരു ആത്മഹത്യ നടക്കുന്നത് ഈ മൊഴി കൊടുത്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥരായിരിക്കുമെന്ന് ഭയക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ആ കളക്ടറേറ്റിലും അതോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകരുമായിട്ടുള്ളത്. കാരണം അവർക്കും ഇതേപോലെ നാളെ ഒരു ആത്മഹത്യ സംഭവിക്കാമല്ലോ. ഇതാണ് അവിടെ നിലനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിലനിൽക്കുന്ന ഭയം. ആ ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കേരളം മുഴുവൻ അറിഞ്ഞിട്ട് പോലും ഇതാണ് അവസ്ഥ. ഇനി അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് കേവലം ആത്മഹത്യ എഴുതിത്തള്ളും പിണറായി വിജയൻ്റെ പോലീസ്. അതാണല്ലോ സംഭവിക്കുക. അതുകൊണ്ട് അവിടുത്തെ ജീവനക്കാർ മൊഴി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ജീവനക്കാരെ വരട്ടാൻ വേണ്ടിയാണ് പ്രതിയാണെന്ന് സംശയിക്കുന്ന കളക്ടറെ എത്രയോ ജനറൽ ട്രാൻസ്ഫറും എത്രയോ ട്രാൻസ്ഫറുകൾ വന്നു. പക്ഷേ ഈ കളക്ടറെ കണ്ണൂരിൽ നിന്ന് ഇതുവരെ മാറ്റിയില്ല. എന്തിനു വേണ്ടിയാ? ഈ കളക്ടറെ മാറ്റിയാൽ അവിടെ നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത് എന്ന് അവിടെ പരസ്യമായിട്ട് പറയുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, മൊഴി കൊടുക്കാൻ തയ്യാറാവുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. അവരെ വിരട്ടി നിർത്തണമെങ്കിൽ ഇതിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ തന്നെ കണ്ണൂരിൻ്റെ കളക്ടറായിട്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു പിടിവാശിയാണ് ഈ അരുൺ കെ വിജയൻ എന്ന് പറയുന്ന കളക്ടറെ കണ്ണൂരിൽ തന്നെ നിലനിർത്തി ഇത്രയും പ്രതിലോമകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഒരു 3 ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ട് പോലും അദ്ദേഹത്തെ മാറ്റാൻ തയ്യാറാകാത്തത് അവിടുത്തെ ജീവനക്കാരെ വരട്ടി CPMൻ്റെ വരുതിയിൽ നിർത്താൻ ഈ കൊലപാതകത്തിന് പ്രതിയെന്ന് സംശയിക്കുന്ന കളക്ടർ തന്നെ കളക്ടറായിട്ടിരിക്കണമെന്ന് CPMൻ്റെ MV ഗോവിന്ദനും പിണറായി വിജയനും പി ദിവ്യയ്ക്കും വാശിയുള്ളത് കൊണ്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അവിടെ മാത്രമല്ല, ഈ കളക്ടർ ഒരു കള്ളം പറഞ്ഞില്ലേ? ആ കളക്ടർ ആദ്യം എന്താ പറഞ്ഞത്? അത് മഞ്ജുഷ നേരെ പിടിച്ചില്ലേ? കളക്ടർ പറഞ്ഞു ഞാനുമായിട്ട് നല്ല സൗഹൃദത്തിലിരുന്ന ആളാണ് നവീൻ ബാബു എന്ന് തട്ടിവിട്ടില്ലേ ശ്രീ റെജി ലൂക്കോസ് അങ്ങയുടെ കളക്ടർ? ആ സമയത്ത് മഞ്ജുഷ പറഞ്ഞില്ലേ അത് പച്ചക്കള്ളമാണ് ഈ കളക്ടർ പറയുന്നതെന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം ഈ കളക്ടർ ഒരു പച്ചക്കള്ളരാണെന്ന് പറഞ്ഞത് ഹൈക്കോടതി അവിടുത്തെ ജാമ്യം കേട്ട നവീൻ ബാബുവിനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഈ കളക്ടർ എന്നും മഞ്ജുഷ പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് മജിസ്ട്രേറ്റ് കോടതി ഈ കളക്ടറുടെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള കളക്ടറുടെ ആ മൊഴിക്ക് ഒരു ബാത്റൂം പേപ്പറിന്റെ വില പോലും നൽകാതെ എടുത്ത് കളഞ്ഞിട്ടല്ലേ പി ദിവ്യയെ പിടിച്ച് ജയിലിലിട്ടതല്ലേ? അപ്പോൾ ഈ കളക്ടറെയാണോ കേരളം വിശ്വസിക്കേണ്ടത്? ഈ കളക്ടറെയാണോ കണ്ണൂരിലെ അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ വിശ്വസിക്കേണ്ടത്? ഈ കളക്ടറെയാണോ മഞ്ജുഷ വിശ്വസിക്കേണ്ടത്? ഈ കളക്ടറെയാണോ കേരളം വിശ്വസിക്കേണ്ടത്? ഈ കളക്ടർ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് കൊലയാളികളെ സംരക്ഷിക്കാനാണ്. ഇതിൻ്റെ യഥാർത്ഥ വിഷയം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ലല്ലോ, നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് BJP കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് ഒരു കാര്യം ബോധ്യമായിരിക്കുന്നു. ഇവിടെ നീതിപൂർവമായിട്ടുള്ള അന്വേഷണം വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്ക് പോലും ആശ്രയിക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള CBI ആണ് എന്ന് ഇന്നും മഞ്ജുഷ കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ കൊടുത്ത ആ കേസിലൂടെ ഇന്ന് വ്യക്തമാവുകയാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്ക് നീതി കൊടുക്കണമെങ്കിൽ പോലും BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി തന്നെ വേണം എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ട് ചെന്നെത്തിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർ മനസ്സിലാക്കിക്കോട്ടെ എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റൊന്ന്, ഇവിടെ പ്രശാന്തനുണ്ടല്ലോ, നിങ്ങളുടെ ഒരു സഖാവല്ലേ? പി ദിവ്യയെ പോലെയുള്ളൊരു സഖാവല്ലേ പ്രശാന്തൻ? ആ പ്രശാന്തൻ എങ്ങനെയാ അവിടുത്തെ ഈ പെട്രോൾ പമ്പ് കിട്ടിയത്?
ഈ പ്രശാന്തൻ്റെ പുറകിലാരാ? പി ദിവ്യ എന്തിനാ ഒരു പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു പെട്രോൾ പമ്പിന് വേണ്ടി ഇത്രയും വാശി പിടിച്ച് ഒരു ADM-നെ തന്നെ കൊല്ലാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത്രയും വാശി പിടിക്കേണ്ട കാര്യം എന്തായിരുന്നു? പി ദിവ്യയ്ക്ക് അവിടെ ഏതൊക്കെ മാഫിയ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട്? പി ദിവ്യയുടെ പുറകിലുള്ള നിങ്ങളുടെ സെക്രട്ടേറിയറ്റിലും നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിലും നിങ്ങളുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇരിക്കുന്ന ആർക്കൊക്കെ ഇത്തരത്തിലുള്ള മാഫിയ, കൊട്ടേഷൻ, കോറി, അതോടൊപ്പം തന്നെ തട്ടിപ്പ്, വെട്ടിപ്പ് സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട്? ഈ ബന്ധം മുഴുവൻ പുറത്തു വരുമെന്നുള്ള ഭയമല്ലേ MV ഗോവിന്ദന് ഇന്ന് ഈ രാത്രി ഈ CBIക്കെതിരെ മഞ്ജുഷ എന്ന് പറയുന്ന CPM-ൻ്റെ സഖാവ് ആ കേരളത്തിലെ സർക്കാരിനും പോലീസിനും എതിരായിട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷനെതിരെ ഇന്ന് പരസ്യമായിട്ട് പ്രതികരിക്കാൻ MV ഗോവിന്ദനെ പ്രേരിപ്പിച്ചതിന് കാരണം എന്താ? ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം വന്നാൽ CPM എന്ന് പറയുന്ന ആ ഒരു കൊട്ടേഷൻ സംഘമുണ്ടല്ലോ കണ്ണൂരിലെ, അത് മുഴുവൻ പൊളിഞ്ഞ് താഴെ വീഴുമെന്നുള്ള ഭയമാണോ ശ്രീ റജി ലൂക്കോസ്? അങ്ങനെ മനസ്സിലാക്കാനേ ഇന്ന് കേരളത്തിന് സാധിക്കൂ. കേരളം ഇന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ സംഭവിക്കുമെങ്കിൽ എന്തായാലും മഞ്ജുഷ ചെയ്യുന്നത് ഇവിടുത്തെ നവീൻ ബാബുവിൻ്റെ ആത്മാവിന് എങ്കിലും നീതി ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവർ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. അവിടെ നീതിയും ലഭിക്കും. ഈ തട്ടിപ്പ് സംഘമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സംഘം ആ ജയിലഴികൾക്കുള്ളിലുമാകും എന്നുള്ളതാണ് ഇതിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്ന ഒരു പ്രത്യാശ.